തിയേറ്ററിൽ റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ പടമാണ് വാഴ 2. ഈ വാഴ പേട്ടാണോ നല്ലതാണോ നോക്കിയാലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2024 റിലീസായി വലിയ ഹിറ്റ് അടിച്ച വാഴയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വാഴ 2. ഇതൊരു ക്വിക്ക് റിവ്യൂ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാം. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ, അതായത് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ലൈഫിൽ നന്നായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു മൂവിയാണിത്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിച്ച് മറിക്കാനുള്ള എല്ലാ പരിപാടിയും ഇവർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ നല്ല ഓളമായിരുന്നു. സെക്കൻഡ് ഹാഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമോഷണലായിട്ട് നമ്മളെല്ലാവരെയും ഒരു ഫീൽ ഗുഡ് കഴിക്കുക പറയില്ലേ, ആ ഒരു രീതിയിലാണ് സെക്കൻഡ് പാർട്ട് പോകുന്നത്. ഇതിലത്തെ ഡയലോഗ് ഡെലിവറി ഒന്നും ഒരു രക്ഷയില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കാസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീൽസിലൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് പിള്ളേർ ഈ പടത്തിലുണ്ട്. ഇതിലെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പേരെടുത്ത് പറയാൻ തുടങ്ങി ഇനി പെട്ടെന്നൊന്നും തീരില്ല. അത്ര വലിയൊരു കാസ്റ്റാണ് ഈ മൂവിക്കുള്ളത്. പിന്നെ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അൽഫോൺസ് പുത്രൻ്റെ ആ ഒരു ക്യാരക്ടറാണ്. ആ പ്രേമത്തിന് ശേഷമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നത്. ആ സീനൊക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആവുകയും ചെയ്യും. അതുപോലെ ഒരുപാട് സീനുകൾ ഈ പടത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഹൃദയമൊക്കെ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, ഒരാളുടെ ലൈഫിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണെന്ന് പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ട് നമ്മുടെ ഒരു ഏജ് വരെയുള്ള അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങൾ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇപ്പം എന്താ പറയുക, സിബ്ലിങ്സിനെ പറ്റിയിട്ടുള്ള ആ ഒരു ബോണ്ടായാലും കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവായിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കിത് നല്ലോണം റിലേറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ നെഗറ്റീവായിട്ടുള്ളതൊന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും BG ആയാലും ഒരു രക്ഷയില്ല, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യം, എനിക്കിതിലത്തെ കളറിങ് പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാന്നൊക്കെ പറയില്ല, അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കളറിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അടിപൊളി പടം. ധൈര്യമായിട്ട് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ നല്ല ചില്ലടിക്കാൻ പറ്റിയൊരു പടം. വാഴ ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സെക്കൻഡിന് കയറാം. അതേ ഒരു വൈബാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക.